മേടച്ചൂട് കനത്തത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കർഷകരെയാണ്. ഓർമ്മയിലെങ്ങുമില്ലാത്ത ജലദൗർലഭ്യം നേരിടുകയാണ് കോഴിക്കോട് മാവൂരെ കർഷകർ. ജലാശയങ്ങളെല്ലാം വറ്റിവരണ്ടിരിക്കുന്നു. കടം വാങ്ങിയും വായ്പയെടുത്തും കൃഷി ഇറക്കിയ പലരും കടുത്ത സാമ്പത്തിക ബാധ്യതയുടെ വക്കിലാണ്. കടുത്ത വേനലിൽ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങി. കുളങ്ങളും തോടുകളും നീർച്ചാലുകളും വറ്റി വരണ്ടു. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ജലക്ഷാമത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കോഴിക്കോട്ടെ കർഷകർ. കോഴിക്കോട് ജില്ലയിൽ താപനില 35 ഡിഗ്രിയിൽ ചുറ്റിപ്പറ്റി തുടരുകയാണ്. 39 ഡിഗ്രി വരെ ഉയരാമെന്നാണ് മുന്നറിയിപ്പ്. കൊടുംചൂടിൽ കത്തിക്കരിയുകയാണ് കാർഷിക വിളകൾ, ഒപ്പം കർഷകരുടെ മനസ്സും. ജില്ലയിലെ കാർഷിക മേഖലയിലുള്ളവർക്കെല്ലാം പറയാനുള്ളത് ദുരിതത്തിന്റെ കഥ മാത്രം. തോടുകളും നീർച്ചാലുകളും വറ്റി വരളുന്നു. ഇതോടെ പയർ, പാവൽ, പടവലം തുടങ്ങിയ പച്ചക്കറി കൃഷിയും ഏത്തവാഴ കൃഷിയുമെല്ലാം പ്രതിസന്ധിയിലായി. ഓർമ്മയിലെങ്ങുമില്ലാത്ത ജലദൗർലഭ്യത്തിന്റെ ദുരിതം നേരിടുകയാണ് മാവൂരിലെ കർഷകർ. അസഹ്യമായ ചൂടാ, മനുഷ്യന് താങ്ങാൻ കഴിയാവുന്നതിലപ്പുറം. 10 മണിയാകുമ്പോഴത്തേക്കും ഇവിടെയുള്ള കൃഷിക്കാരെല്ലാവരും വയലിൽ നിന്നിട്ട് ജീവൻ കൊണ്ടുപോടുക, രക്ഷപ്പെടുക. അതുപോലെ തന്നെ കന്നുകാലികളെയൊക്കെ 9-10 മണിയാകുമ്പോഴത്തേക്കും വെള്ളം ഏത് സ്ഥലത്താണുള്ളത് നിൽക്കുകയാണെങ്കിൽ അവിടത്തേക്ക് മാറ്റുക. അതല്ലാഞ്ഞാൽ കന്നുകാലി ചത്തുപോകും, മനുഷ്യൻ ചത്തുപോകും. അത്രയും മാരകമായിട്ടുള്ള ഒരവസ്ഥയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ലാതെയും കണ്ട് പൊട്ടി കീറി നിലവിലുള്ള കൃഷികളൊക്കെ നശിച്ച് വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ട് വാഴക്കർഷകരെയും കൊടുംചൂട് വല്ലാതെ തളർത്തി. വേനൽ ചൂട് ആരംഭിച്ചപ്പോൾ തന്നെ കർഷകർ വാഴ നനച്ചു തുടങ്ങിയിരുന്നു. ജലാശയങ്ങൾ വറ്റി വരേണ്ടതോടെ വാഴകൾ നനയ്ക്കാൻ മാർഗമില്ലാതായി. 100 കണക്കിന് വാഴകളാണ് വാടിക്കരിഞ്ഞ് ഒടിഞ്ഞു വീണത്. മികച്ച രീതിയിൽ വിളവിറക്കി നേട്ടമുണ്ടാക്കിയിരുന്ന കൂട്ടായ്മകൾ പലതും ഇക്കുറി കൃഷിയിറക്കിയില്ല. കിലോമീറ്ററുകളോളം വെള്ളം ചുമന്നുകൊണ്ടുവന്നും മോട്ടോർ ഉപയോഗിച്ചുമാണ് പലരും ചെറിയ രീതിയിലെങ്കിലും കൃഷി നിലനിർത്തുന്നത്. കടം വാങ്ങിയും വായ്പയെടുത്തും കൃഷിയിറക്കിയ പലരും കൃഷി നശിച്ചതോടെ വൻ സാമ്പത്തിക ബാധ്യതയുടെ മുന്നിലാണ്. വേനൽ മഴ ലഭിക്കാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. താപനില ഇനിയും ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ഈ ദുരിതകാലം എങ്ങനെ മറികടക്കുമെന്നതാണ് കർഷകരുടെ ആശങ്ക. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഇതുപോലെ വെള്ളമില്ലാത്തൊരവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് ചില കർഷകർ പറയുന്നത്. വലിയ നഷ്ടമുണ്ടാകും എന്നും അവർ ആശങ്കപ്പെടുന്നുണ്ട്. കാണാം പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ, കർഷകരുടെ പ്രതികരണം. ഈ കൊല്ലം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ അനുഭവത്തിൽ ഇത് സംഭവിക്കുന്നത്. അതുപോ ഇപ്രാവശ്യം ഞാൻ ഇപ്പം നെല്ല് ചെയ്ത് ഏകദേശം 5 ഏക്കറോളം നെല്ല് ചെയ്തത്. മെഷീൻ വന്നിട്ടാണ് അത് കൊയ്ത് നോക്കുമ്പം ഒരു 10 ചാക്ക് നെല്ല് കിട്ടാത്ത, 5 ഏക്കർ സ്ഥലം ചെയ്തിട്ട് 10 ചാക്ക് നെല്ല് കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായത്. വായ വെച്ചിട്ടുണ്ട്, വായ അതാ ഒരു ഭാഗത്തു നിന്ന് അങ്ങനെ ഒടിഞ്ഞു പോകുന്നു. വെള്ളം മാവൂർപ്പാടത്ത് തീരെയില്ല. എല്ലാ കൊല്ലം ഉണ്ടാകുന്നതിനടുക്കൽ കൂടുതൽ വരൾച്ചയാണ്. വെള്ളം തീരെ ഇല്ലാത്ത കൃഷികളൊക്കെ നശിച്ചു. പിന്നെ വാഴ കൃഷികളൊക്കെ ആണെങ്കിൽ വാഴയൊക്കെ കൊലയോട് എത്താതായ സമയത്തൊക്കെ ഒടിഞ്ഞ് വീണ് നനക്കാനുള്ള ഒരു പുഴ നമ്മളെ ഈ വയലിൻ്റെ ഒരു സമീപത്തൂടെ ഒഴുകി ചാലിയാർ പുഴ പോകുന്നുണ്ട്. പക്ഷേ വെള്ള ലഭ്യത നമുക്ക് ഇവിടെ ഇല്ല. വയലൊക്കെ വറ്റി വരണ്ട് ഉണങ്ങി. വെള്ളം ഇവിടുന്ന് പമ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള സംവിധാനം കൂടി ഇപ്പം ഇവിടെ നമുക്ക് ഇല്ലാത്തൊരു സാഹചര്യം ഉള്ളത്. അപ്പം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലത്തെ ഈ സാഹചര്യം വളരെ പ്രയാസത്തിലാണ്. ഇതിൻ്റെ പിന്നോട്ട് നോക്കി ഞങ്ങൾക്ക് അറിയാം, വയൽ ഒരു മുട്ടിന് 1/2 മീറ്റർ താഴ്ച വീണ്ടെടുക്കുക. എല്ലാ കുഴികളും വറ്റിപ്പോയി. പോത്തക്കും പശുക്കും വെള്ളം കൊടുക്കാനൊന്നും ഇല്ലാത്തൊരു ശരിയാവും. കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോയാൽ ഒരുപാട് പ്രേക്ഷകർ ഇന്ന് രാത്രിയിലും ഇടയ്ക്കിടെ കറണ്ട് പോകുന്ന സ്ഥിതി ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സംസ്ഥാനം പവർ കട്ടിലേക്ക് പോകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ലോഡ് ഷെഡിങ്ങിലേക്ക് പോകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നിലവിൽ വൈദ്യുതി നിയന്ത്രണം വേണം എന്നുള്ള ആവശ്യം KSEB മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സർക്കാർ അക്കാര്യത്തിലൊരു തീരുമാനമെടുത്തിട്ടില്ല. മറ്റന്നാളാണ് നിർണായകമായ ഒരു യോഗം ചേരാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ, ഏത് തരത്തിലുള്ള നിയന്ത്രണം ഉണ്ടെങ്കിൽ തന്നെ അത് ഏത് തരത്തിലുള്ള എന്നൊക്കെയുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. എന്തായാലും ഒരുപാട് പ്രേക്ഷകർ അതുമായി ബന്ധപ്പെട്ട്, ആ ചൂടുമായി ബന്ധപ്പെട്ട് രാത്രി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ള ആശങ്കയൊക്കെ രേഖപ്പെടുത്തുന്നത് കാണുന്നുണ്ട്. ചിലയിടങ്ങളിൽ വേനൽ മഴ പെയ്യുന്നുണ്ട് എന്ന് ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഫിലിപ്പ് മാത്യുവിനെ പോലുള്ള പ്രേക്ഷകർ ആലപ്പുഴയിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ പ്രതികരണങ്ങളുമായി വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ സജീവമാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് തുടരുക. ഇത് പ്രേക്ഷകരുടെ ഒരു പ്രതികരണ വേദി കൂടിയാണ്. നിങ്ങൾക്ക് പ്രതികരണങ്ങൾ അറിയിക്കാനുള്ളൊരു അവസരം കൂടിയാണ്. അതുകൊണ്ട് അത് പരമാവധി പ്രേക്ഷകർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണുന്ന നമ്പറിൽ തത്സമയം ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതുമാണ്. നിങ്ങളുടെ ശ്രദ്ധയിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ച് അറിയിക്കുകയും ചെയ്യാം. അതൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.